ഇതാണ് എൻ്റെ സ്ഥലം, ഞാൻ ജനിച്ച സ്ഥലം. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കുറുമശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ്. കാസാവെറുതെ എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേയുടെ ഒരു പോർച്ചിലാണ് നമ്മളുള്ളത് ഇപ്പോൾ നിലവിൽ. കാരണം ഇവിടെ ഒരു വിശിഷ്ട അതിഥി പണ്ഡിറ്റ് RB നായർ സാറ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഹരിവരാസനം വായിക്കാനായിട്ട് ഒരു A ഷാർപ്പിൻ്റെ ഫ്ലൂട്ട്, അതായത് 2 ഫിംഗറിൽ C കിട്ടുന്ന ഒരു A ഷാർപ്പിൻ്റെ ഫ്ലൂട്ടാണ് നമ്മളിപ്പോൾ ലൈവായിട്ട് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് അതിൻ്റേതായ മെത്തേഡ് ഇപ്പോൾ ഞാനൊരു മൗത്ത് ഹോൾ ഇട്ടു. ഇനി ഇതിൻ്റെ ട്യൂണിങ് നമുക്ക് നോക്കാം എങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് റെഡിയാക്കി വെച്ചേക്കാണ്. ശ്രുതി, ഡിവൈൻ ശ്രുതി ഫ്ലൂട്ട് എന്ന പേരിലാണ് എൻ്റെ ഫ്ലൂട്ട് ഇപ്പോൾ അറിയപ്പെടാൻ പോകുന്നത്. ഔദ്യോഗികമായിട്ടിപ്പോൾ നാമകരണം ചെയ്ത പണ്ഡിറ്റ് മാഷാണ് അങ്ങനെ ഒരു പേര് എനിക്ക് നിർദ്ദേശിച്ച് ആ ലേബലിലാണ് ഇനി എൻ്റെ ഫ്ലൂട്ട് പുറത്തിറങ്ങുള്ളൂ. അപ്പോൾ അദ്ദേഹം പിന്നെ ഇപ്പോൾ ബേസ് ഫ്ലൂട്ട് ഞാൻ Dയും Eയും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിലിന്നൊരു പ്രോഗ്രാം ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. പിന്നെ ഈ ഫ്ലൂട്ട് അദ്ദേഹത്തിന് ഹരിവരാസനം വായിക്കാനായിട്ട് ഞാൻ സമ്മാനമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നതാണ്. ഇതിപ്പോൾ നമ്മളിതിൻ്റെ ടോൺ നോക്കണം. നമ്മളിപ്പോൾ ഇതിൽ മീറ്റർ ഇട്ടിട്ട് ഇതിൻ്റെ മീറ്ററാണിത്. അപ്പോൾ മീറ്ററിൽ നമ്മൾ A ഷാർപ്പിൻ്റെ സെറ്റ് ചെയ്യും. A ഷാർപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഈ വലിയമ എത്തിക്കണം. അതുവരെ നമ്മളൊന്ന് വായിച്ചു നോക്കാം. ജസ്റ്റ് ഇതിൽ ഗാ വന്നിട്ടുള്ളൂ. ഈ വലിയ മധ്യമത്തിലേക്ക് എത്തിക്കണത്. അതിനുവേണ്ടി നമുക്കത് പീസ് കട്ട് ചെയ്യാം. പ്രശ്നം ഇത്ര ഹൈറ്റ്. അപ്പം നമ്മളിവിടെ ചെയ്യണതുകൊണ്ടാണ് കേട്ടോ ഈ ഇങ്ങനെ ചെയ്യണത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വുഡ് വർക്ക്ഷോപ്പ് ഉണ്ടേ. അപ്പോൾ അവിടെ ആകുമ്പോൾ കട്ട് ഓഫുമ്പോൾ കട്ട് ചെയ്തെടുക്കും. പെട്ടെന്ന് പരിപാടി വരും. നാച്ചുറൽ വിൻഡിലാണ് ആൾക്കത് വേണ്ടത്. അപ്പം ഇപ്പോൾ മധ്യമമായിട്ട് പോലുമില്ല. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്യാം. 2-3 പ്രാവശ്യം കട്ട് ചെയ്യേണ്ടി വരും. കട്ട് ഓഫിനാകുമ്പോൾ വേഗം തരും, പരിപാടി തീരും. ഇത് കുറച്ചുകൂടെ കയറാണ്ട് ഇതാണ്. ഇത് ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ് ഫ്ലൂട്ടുണ്ടാക്കലേ. നല്ല ക്ഷമ വേണം. അല്ലെങ്കിൽ ഫ്ലൂട്ട് ഇവിടെ മധ്യമം കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ A ഷാർപ്പ് കഴിഞ്ഞ് പോകും. ആളുടെ ഒരു വിൻഡിൻ്റെ ഫ്രീക്വൻസി എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ വായിക്കണ രീതി എന്നെ കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ അദ്ദേഹത്തിനുള്ള ഫ്ലൂട്ട് ചെയ്യേണ്ട വിധം എനിക്ക് കൃത്യമായി. അപ്പം ഞാൻ വായിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. വന്നു പക്കേ. മീറ്റർ കൂടി നോക്കോ. ഇപ്പോൾ എൻ്റെ ഇത് വരുന്നത് 47.2 ഈ ഫ്ലൂട്ടിൻ്റെ. അത് ഇത്തിരിയോടെ വണ്ണം കൂടുതൽ ചെയ്യുമ്പോൾ
നീളം കുറയും. വണ്ണം കുറഞ്ഞതിൽ ചെയ്യുമ്പോൾ നീളം കൂടും, ഷോൾഡർ ലെങ്ത്ത് കൂടും. ഞാൻ ഓരോന്നും ഇപ്പോൾ 2 ഇതുപോലത്തെ ഫ്രൂട്ട് ഉണ്ടാക്കണമെങ്കിൽ രണ്ടും രണ്ടായിട്ട് തന്നെ മെഷർ ചെയ്യുള്ളൂ. ഒരേ നീളമാണെങ്കിൽ പോലും ചിലപ്പോൾ നീളം വ്യത്യാസം വരും, ചിലപ്പോൾ ത്രീശ വ്യത്യാസം വരും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം. അല്ലാണ്ട് ഇങ്ങനെ വെച്ച് മറ്റേ ചില കമ്പനിക്കാർ ചെയ്യുന്ന മെത്തേഡാണ്. അവർ ഇവിടെ നിന്ന് തുടങ്ങി വെച്ചിട്ട് ഇങ്ങനെ അവർക്ക് മാർക്കർ ഉണ്ടാവും, അത് വെച്ചാൽ മാർക്ക് ചെയ്യും, എന്നിട്ടാണ് അവർ സംഭവം ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്കിതിന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്ററിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ എൻ്റെ ഒരു മൂല്യം കിട്ടി, അത് വെച്ചിട്ട് നമ്മൾ ഗുണിച്ചാണ് ഒരു ഇതെടുക്കുന്നത്. അപ്പോൾ 19.2 സെൻറ്ററിൽ നിന്നാണ് കേട്ടോ ഈ മൗത്തോളിൻ്റെ 22.6 പിന്നെ നമുക്കത് ഹോൾഡ് ചെയ്യാം, മാർക്ക് ചെയ്ത് കൊടുത്തൊക്കെ. ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഡ്രില്ല് ഉപയോഗിച്ചിട്ടാണ്, മറ്റേ പാട് കരിച്ച് തുളയ്ക്കാറില്ല. കുട്ടണ്ട ക്ലാരിറ്റിയോട് കൂടി നിൽക്കും. ജസ്റ്റ് ഒന്ന് കൈ വെച്ച് നോക്കാം അങ്ങനെ പിടിക്കുമ്പോൾ. ഈ ഫിംഗർ അദ്ദേഹത്തിന് ആവശ്യമില്ല, എന്നാലും നമുക്കത് ഉണ്ടാക്കാണ്ടും പറ്റില്ലല്ലോ. ഇത് വായിച്ചു നോക്കാം, പഞ്ചമം ആയൊന്ന്. പഞ്ചമത്തിലേക്ക് നമുക്കിനി ഇതാക്കണം. അടുത്ത ടോണേ പാ വരത്തണം. ശരിയാക്കാൻ മതി.
പക്ഷേ നമ്മുടെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ മാഷെ ഒന്ന് കാണിച്ചു കൊടുക്കാം. മീറ്റർ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. അപ്പോൾ വർക്ക് നമ്മുടേതായി. ഇനിയിപ്പോൾ മാഷൊന്ന് കാണിക്കാം. മാഷ കാണിച്ചിട്ട് മാഷൊന്ന് വായിക്കട്ടെ. ഓയിലിടണം, ഇനി ഒന്ന് എഡ്ജൊക്കെ മിനുക്കാനുണ്ട്. അതൊക്കെ നോക്കിയതിന് ശേഷം മതിയാവും. ഇനി ഒന്നുകൂടി ചെയ്യണമെങ്കിലേ ഓരോരുത്തർക്കും ഓരോ ഫ്രീക്വൻസി മാറ്റം ഉണ്ടാവും. ആ ഫ്രീക്വൻസി അനുസരിച്ച് വായിക്കുമ്പോൾ അവർ പറയാതെ അങ്ങനെ കുഴപ്പമുണ്ട്. തെറ്റി പോകേണ്ടത് ആക്സിഡൻ്റായിട്ടുണ്ടല്ലോ. ടോൺ നല്ല ടോണാണ് കിട്ടും. ചിലർക്ക് കടികളുണ്ടെന്ന് ഇഷ്ടമല്ല, അവരുടെ വിളിച്ച് കടികളുണ്ടെങ്കിൽ വേറെ ഗുണം കൂടിയുണ്ട്. ടോൺ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. ഇത് തന്നെ വായിക്കാം.